അപ്പം ഹായ് ഗൈസ്, കഴിഞ്ഞ ദിവസം ആമസോൺ പ്രൈമിൽ കൂടെ റിലീസായിട്ടുള്ളൊരു ഡീസൻറ്റ് വൺ ടൈം വാച്ചബിൾ മൂവിയാണ് കുരുക്കെന്നുള്ളത്. ഈ കുരുക്കെന്നുള്ള ഒരു സിനിമ എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. വൺ ടൈം വാച്ചബിൾ, ബോറടിക്കാതെ 1 മണിക്കൂർ 43 മിനിറ്റ് മാത്രം ലെങ്ത് ഉള്ള ഒരു സിനിമ നമുക്ക് വലിയ രീതിയിൽ ബോറടിക്കാതെ കണ്ടു തീർക്കാൻ പറ്റിയ ഒരു സിനിമ കൂടിയാണ്. തിയേറ്ററിക്കലി റിലീസായെങ്കിലും വലിയ രീതിയിൽ റിലീസാകാത്തൊരു സിനിമയായിരുന്നു. ജൂലൈ മാസത്തിലെങ്ങാണ്ടായിരുന്നു ഇതിൻ്റെ റിലീസ് ഡേറ്റ്. ഞാനും പണ്ടങ്ങാണ്ട് റിലീസായിട്ട് OTT വന്നൊരു സിനിമയാണെന്നും പറഞ്ഞുള്ള രീതിയിലാണ് കണ്ടത്. അതിനുശേഷം ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ വർഷം തന്നെ 2024 ജൂലൈ മാസത്തിൽ റിലീസായിട്ടുള്ളൊരു സിനിമയാണ്. വളരെ ചുരുക്കം തിയേറ്ററുകളിൽ റിലീസായതുകൊണ്ട് തന്നെ വലിയ രീതിയിലായാലും ചർച്ച ചെയ്യാതെ പോയ ഒരു സിനിമ കൂടിയാണ്. ഈ സിനിമയുടെ ഒരു ബേസിക് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ ദിവസം ഒരേ രാത്രി തന്നെ ഇതിലെ ഒരു ഭാര്യ ഭർത്താവ് 2 ഇടത്ത് വെച്ച് മരണപ്പെടുന്നു. ആ മരണത്തിന് കാരണമായിട്ടുള്ള ആളാരാണ്, ആ കൊലപാതകങ്ങൾ ചെയ്തത് ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അവർ ആ കൊലപാതകങ്ങൾ ചെയ്തത്, അങ്ങനെ പറഞ്ഞു വയ്ക്കുന്ന ഒരു സിനിമയാണ്. വലിയ രീതിയിൽ ബോറടിക്കാത്ത കാണാൻ പറ്റിയതും, പിന്നെ ക്ലൈമാക്സിൽ ഡീസൻറ്റ് ട്വിസ്റ്റും, നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ട്വിസ്റ്റും, അതിന് കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ ആയാലും എല്ലാം കൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ ഊഹിക്കാൻ പറ്റാത്തൊരു ക്ലൈമാക്സ് തന്നെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ട് പരിചയപ്പെട്ട കുറച്ച് മുഖങ്ങളുണ്ട്, പിന്നെ പൊതുവെ അഭിനയിക്കുന്ന കുറച്ചധികം നടന്മാരും എല്ലാം ഉണ്ട്. എല്ലാവരും ഡീസൻറ്റ് പെർഫോമൻസും എല്ലാം തന്നെ ഓക്കെയാണ്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ തന്നെ അവസാനിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ആവറേജ് ഫീല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ സിനിമ എൻ്റെ ഒരു ഇതിലൊരു 10 out of 5 റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയൊരു സിനിമയാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എന്തായാലും ഈ സിനിമ നിങ്ങൾ കണ്ടു നോക്കിക്കോ. ഈ സിനിമ കണ്ടു നോക്കിയിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.